Hey guys, welcome to EIKV and this is Vishnu. The illustration ABC Enterprises has prepared a draft budget. ABC Limited and the company ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഡ്രാഫ്റ്റഡ് ആണ്, ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഡ്രാഫ്റ്റഡ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്വാണ്ടിറ്റി 10,000, സെയിൽസ് പ്രൈസ് 30 rupees, വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, വേരിയബിൾ കോസ്റ്റ് 2 per hour, 50 പൈസ വെച്ചിട്ട് 2 hour, അപ്പോൾ 1 രൂപ വെച്ചിട്ട്. ഇനി കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 15 രൂപ. ബഡ്ജറ്റഡ് കോൺട്രിബ്യൂഷൻ 1,50,000. ബഡ്ജറ്റഡ് ഫിക്സഡ് കോസ്റ്റ് വന്നിട്ട് 1,40,000 വരും. ബഡ്ജറ്റഡ് പ്രോഫിറ്റ് വന്നിട്ട് 10,000 വരും. അപ്പോൾ ഇതാണ് അവരുടെ ബഡ്ജറ്റ്. ഇനി ബോർഡ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ആൻഡ് ഓൾസോ റിക്വയർഡ് ടു കം അപ്പ് വിത്ത്, അതായത് അപ്പോൾ ഈ ബഡ്ജറ്റ് വെച്ചിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ ഒരു പുതിയ റിപ്പോർട്ട് ചോദിച്ചു വർക്കിംഗ് പാർട്ടീനോട്. അപ്പോൾ വർക്കിംഗ് പാർട്ടി റിപ്പോർട്ടഡ് ബാക്ക് വിത്ത് ദ ഫോളോയിങ്. അപ്പം വർക്കിംഗ് പാർട്ടിയുടെ വർക്കൗട്ട് ചെയ്തിട്ട് വർക്കിംഗ് പാർട്ടി പുതിയ ബഡ്ജറ്റ്, ആ ബഡ്ജറ്റ് പഴയ ബഡ്ജറ്റ് റിവൈസ് ചെയ്തിട്ട് പുതിയ ബഡ്ജറ്റ് കൊടുത്തു. അപ്പോൾ അതിൽ ബഡ്ജറ്റഡ് പ്രോഫിറ്റ് 25,000 വന്നിട്ടുണ്ട്. അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ് എക്സ്ട്രാ ആയിട്ട് 28,500 വന്നിട്ടുണ്ട്. ടാർഗറ്റഡ് സെയിൽസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നേരത്തെ 30 ആണെങ്കിൽ ഇപ്പോൾ 32 വന്നേക്കുന്നത്. സെയിൽസ് വോളിയം 12,000, നേരത്തെ 10,000 എന്നുള്ളത് 12,000 ആയി. അപ്പോൾ ഇൻ ഓർഡർ ടു അച്ചീവ് ദി എക്സ്ട്രാ പ്രൊഡക്ഷൻ കപ്പാസിറ്റി, ഹൗവർ ദ വർക്ക് ഫോഴ്സ് മസ്റ്റ് ബി ഏബിൾ ടു റെഡ്യൂസ് ദ ടൈം. അപ്പോൾ പുതിയ വർക്കിംഗ് കപ്പാസിറ്റിയിലേക്ക് എത്താനായിട്ട് വർക്ക് ഫോഴ്സ് ടൈം റെഡ്യൂസ് ചെയ്യണം. അവർ വർക്ക് ചെയ്യുന്നതിൻ്റെ ടൈം പെർ യൂണിറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഈച്ച് യൂണിറ്റ് ഓഫ് ദി പ്രോഡക്റ്റ്, ഈച്ച് യൂണിറ്റ് വെച്ചിട്ടാണ് റെഡ്യൂസ് ചെയ്യേണ്ടത്. അതായത് ഒരു യൂണിറ്റ് വർക്ക് ചെയ്യുന്ന അലോട്ട് ചെയ്തേക്കുന്ന ടൈം അവർ റെഡ്യൂസ് ചെയ്യണം. ഇറ്റ് ഈസ് പ്രൊപ്പോസ് ടു ഓഫർ എ പേ ഓഫ് പ്രൊഡക്ടിവിറ്റി ഡീൽ വിത്ത് ദ വേജസ് റേറ്റ് പെർ അവർ ഇൻ ആൻ ഇൻക്രീസ് ടു ₹4. ദി ഹവർലി റേറ്റ് ഫോർ വേരിയബിൾ ഓവർ ഹെഡ് വിൽ ബി അൺഅഫക്റ്റഡ്. അപ്പം നമ്മുടെ വേജസ് റേറ്റ് പെർ അവർ റുപ്പീസ് ചേഞ്ച് ചെയ്ത് 4 എന്നുള്ള റുപ്പീസിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിവൈസ് ചെയ്ത് വേജ് റേറ്റ് റിവൈസ് ചെയ്തു. പക്ഷെ അവർലി റേറ്റ് ഫോർ വേരിയബിൾ ഓവർ ഹെഡിൻ്റെ അവർലി റേറ്റ് ചേഞ്ച് ആയിട്ടില്ല. പക്ഷെ ഡയറക്റ്റ് ലേബറിൻ്റെ വേരിയബിൾ ഓവർ ഹെഡിൻ്റെ പെർ യൂണിറ്റ് അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. 4 ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. റിക്വയർമെൻറ്റ് നോക്കാം. അസർട്ടൈൻ ദി ടാർഗറ്റഡ് ലേബർ ടൈം റിക്വയർഡ് ടു അച്ചീവ് ദ ബഡ്ജറ്റഡ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്കിതിൽ കണ്ടുപിടിക്കേണ്ടത് ടാർഗറ്റഡ് ലേബർ ടൈമാണ്. ഇപ്പോൾ ലേബർ വർക്ക് ചെയ്യുന്ന അവർ ഇപ്പോൾ 4 രൂപയ്ക്ക് ഒന്ന് ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ 4 രൂപയാക്കാൻ നേരത്ത് ആ ലേബർ വർക്ക് ചെയ്യുന്ന സമയമുണ്ട്, ഒരു യൂണിറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന അവർ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അപ്പോൾ സൊല്യൂഷനിലേക്ക് പോകാം. സൊല്യൂഷനിൽ ഞാൻ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് പെർട്ടിക്കുലേഴ്സും എമൗണ്ടും വെച്ചിട്ട്. ബഡ്ജറ്റഡ് പ്രോഫിറ്റ് നമ്മൾ ഇത് ബാക്കിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുന്ന, പ്രോഫിറ്റിൽ നിന്ന് ബാക്കിലേക്ക് വർക്കൗട്ട് ചെയ്യാനേ നമുക്ക് സാധിക്കുള്ളൂ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കേണ്ട ലേബർ അവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട് എത്ര ലേബർ അവേഴ്സ് വേണമെന്നുള്ള കാര്യം. ടാർഗറ്റ് പ്രോഫിറ്റ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 25,000 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ആഡ് ചെയ്യാം. 1,40,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അഡീഷണൽ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് 28,500, അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടോട്ടൽ കോൺട്രിബ്യൂഷൻ വന്നിട്ട് 1,93,500 വരും. ഓക്കെ, ഇനി ഈ കോൺട്രിബ്യൂഷൻ നമ്മൾ പെർ യൂണിറ്റ് ആയിട്ട് മാറ്റാം. അപ്പോൾ പെർ യൂണിറ്റ് ആക്കാൻ നേരത്ത് 1,93,500 ഡിവൈഡഡ് ബൈ 12,000 പെർ യൂണിറ്റ്. പുതിയ ബഡ്ജറ്റ് പ്രകാരം 10,000 റിവൈസ് ചെയ്തിട്ട് 12,000 ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പെർ യൂണിറ്റ് തന്നെ 16.125 വരും. നമ്മുടെ സെല്ലിംഗ് പ്രൈസ് 32 ആണ് റിവൈസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ 32 നിന്ന് 16.125 കുറക്കാൻ നേരത്ത് നമുക്ക് കിട്ടും ടോട്ടൽ ഡയറക്റ്റ് എക്സ്പെൻസ് കിട്ടും. ഈ ഡയറക്റ്റ് 15.875 ആണ് ടോട്ടൽ ഡയറക്റ്റ് എക്സ്പെൻസ്. അതിൽ നിന്ന് നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് കുറക്കും. അപ്പോൾ 8 രൂപ കുറക്കും. ബാക്കി 7.875 ഉണ്ട്. അപ്പോൾ ഈ 7.875 ബാക്കി ഇനി റിമൈനിങ് ഉള്ളത് എന്തൊക്കെയാണ്? ലേബർ അവേഴ്സ് ഉണ്ട്, വേരിയബിൾ ഓവർ ഹെഡ്സ് ഉണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 7.875 എന്ന് വെച്ചാൽ അതിൽ ലേബർ കോസ്റ്റും ഉണ്ട്, വേരിയബിൾ ഓവർ ഹെഡും ഉണ്ട്. അപ്പോൾ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് 4 ആണ്.
ലേബർ കോസ്റ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം 4 ആണെന്ന് നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലേബർ പെർ അവർ ബേസിസ് 4 ആക്കി കൂട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത്. അതിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, റിവൈസ് ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് 0.5 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു യൂണിറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള അവേഴ്സാണ്. അപ്പോൾ ഈ 4 എന്ന് വെച്ചാൽ 4 എന്ന് വെച്ചാൽ ലേബർ പെർ അവർ ആണ് ഇൻറ്റു എക്സ്, 4 ഇൻറ്റു എക്സ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. അതാണ് ഈ 7.85 എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ അത് എന്ന് പറയാൻ നേരത്ത് 4.5x വരും. 4x പ്ലസ് 0.5 എന്ന് പറയാം. അപ്പോൾ ഇതിൽ വരാൻ നേരത്ത് 7.5x ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോഴേ നമുക്ക് എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈക്വൽസ് എക്സ്. അപ്പോൾ എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് 7.875 ഡിവൈഡഡ് ബൈ 4.5. അപ്പോൾ 1.75 ആണ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയാം. 1.75 കിട്ടും. അപ്പോൾ ടൈം റിക്വയർഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഓൾഡ് ബഡ്ജറ്റ് 2 hours എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 hours കൊണ്ടിട്ടേ നമുക്ക് ഓൾഡ് ബഡ്ജറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ടൈം റിക്വയർഡ് 1.75 ആണ്. അപ്പോൾ ഇത് 1 മണിക്കൂറും 0.75 hours കൂടിയാണ് വേണ്ടത്. 0.75 എന്ന് വെച്ചാൽ 45 minutes. 1 മണിക്കൂറും 45 minutes ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക. 2 hours മൈനസ് 1.75 വരാൻ നേരത്ത് 0.25 hours ആണ് ഡിഫറൻസ്. അപ്പോൾ ഒരു യൂണിറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ടൈം എന്ന് വെച്ചാൽ 1.75 hours ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ ചേഞ്ചസ് വന്നേക്കുന്നത് 0.25 hours ആണ്. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. If you find this video helpful, please subscribe to my channel.